യെസ്, എന്തായാലും പ്രതിഷേധത്തിന് പിന്നാലെ സുമയും കുടുംബവും ആരോഗ്യവകുപ്പ് ഡയറക്ടറുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവർ മാധ്യമങ്ങളെ കാണുകയാണ്. പരാതി, അതായത് ഇപ്പോൾ പരാതി നേരിട്ട് കൊടുത്തത് ഔദ്യോഗികമായിട്ട് കിട്ടിയതിൻ്റെ പേരിൽ തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ തീരുമാനം എങ്ങനെയായിരിക്കണമെന്ന് ചോദിച്ചു. ആദ്യം ഡോക്ടറിനെതിരെ കർശന നടപടി. ഇപ്പം നിലവിൽ കൊടുത്തിട്ടുള്ള പോലീസ് സ്റ്റേഷന് ബന്ധപ്പെട്ടുള്ള നടപടിയായിരിക്കില്ല. ഡോക്ടേഴ്സിന് പറഞ്ഞ രീതിയിൽ ആരോഗ്യവകുപ്പ് കേസ് പരാതി നടപടി എടുക്കുമെന്ന് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. രണ്ടാമത് ഈ പറഞ്ഞ സർജറിയുമായി ബന്ധപ്പെട്ടുള്ള പാളിച്ച, അത് വിദഗ്ധ സമിതി ഇരുന്ന് ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കും. എന്തായാലും ഒരു 4 ദിവസത്തിനകത്ത് കൃത്യമായൊരു മറുപടി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുമയ്യക്ക് ഇത് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സുമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള നഷ്ടപരിഹാരം സർക്കാർ തന്നെ ചെയ്യാനുള്ള ഒരു ഇടപെടൽ നടത്താമെന്നും ഈ നമ്മുടെ ആരോഗ്യ സെക്രട്ടറി പറഞ്ഞു. 4 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിദഗ്ധ ചികിത്സയുടെ കാര്യത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇനി വിദഗ്ധ ചികിത്സ, അതായത് ഇത്രയും ദിവസവും ഔദ്യോഗികമായിരുന്നില്ലെന്നാണ് പറഞ്ഞത്. കാരണം പരാതി ഇപ്പോൾ നേരിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പരാതി കിട്ടിയില്ല എന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് നേരിട്ട് തന്നത് സ്ഥിതിക്ക് കൃത്യമായൊരു നടപടി ഉണ്ടാകും എന്ന് പറയുന്നു. ഇതിൽ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെന്താണ്? ഇപ്പോൾ സുമയ്യക്ക് സർജറി തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുമെന്ന് പറഞ്ഞു. നഷ്ടപരിഹാരം അതെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സുമയ്യക്ക് നഷ്ടപരിഹാരത്തിന് വേണ്ടി സർക്കാരിനോട് പറയുമെന്നാണ് പറഞ്ഞത്. അല്ല, സർക്കാരിൻ്റെ ഒരു തീരുമാനം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. ആരോഗ്യമന്ത്രിയും അതിൻ്റെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആലോചിച്ചിട്ട് തീരുമാനം പറയാമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഒരു ഫൈനൽ തീരുമാനം 3-4 ദിവസത്തിനകത്ത്. അഡീഷണൽ ടീച്ചേഴ്സിനെ കണ്ടതിൽ നിങ്ങൾ സംതൃപ്തനാണോ? കണ്ടു, പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ടും അദ്ദേഹം പറഞ്ഞു അത് നടപ്പിലാക്കണമെങ്കിൽ ഒരു 4 ദിവസം കഴിഞ്ഞാലേ നമുക്കത് ഉറപ്പായിട്ട് തീരുമാനം. അദ്ദേഹം പറഞ്ഞതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ, നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ തീരുമാനം 4 ദിവസത്തിനുള്ളിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിദഗ്ധ സമിതി ഇനി തിരിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അതിനുള്ള ഒരു ചെയ്യാം. നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഇവിടെ കേരളത്തിലല്ല, ഇനി പുറത്തായിരുന്നാൽ പോലും ഇതെടുക്കുന്നതിനുള്ള എല്ലാ ബാധ്യതയും എല്ലാ സാമ്പത്തികവും ഏറ്റെടുക്കേണ്ടത് സർക്കാരും ആരോഗ്യവകുപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്യൂബ് തിരിച്ചെടുക്കാനുള്ള ചികിത്സ ഉറപ്പാക്കാമെന്ന് പറഞ്ഞു. നഷ്ടപരിഹാരം അതെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ, അതെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്കത് നഷ്ടപരിഹാരത്തിലോട്ട് പോകാം, ആലോചിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു കാര്യം ഈ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും ജനറൽ ഹോസ്പിറ്റലിൽ അദ്ദേഹം ഉണ്ടല്ലോ. ഇത്ര സമയമായിട്ട് ഇദ്ദേഹത്തിന് ഒരു നടപടി എടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് പരിശോധന ശേഷം തീരുമാനം എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം തൽക്കാലം നമ്മളൊരു ഡയറക്ടറുടെ ഒരു വാക്ക് പാലിക്കുകയാണ്. ഇനി 4 ദിവസത്തിന് ശേഷം നമുക്ക് ഒരു തൃപ്തിയായ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നീതിക്ക് വേണ്ടി ഇനിയും മുന്നോട്ട് പോകും. ശരി, അപ്പം മടങ്ങുകയാണ്. ഓക്കെ. ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?